നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള അനുഗ്രഹമായ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. ആ ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പ്രീതിയും ഇഷ്ടവുമൊക്കെ നേടിയെടുക്കുന്ന രൂപത്തിൽ അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുക. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണല്ലോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്. മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഏറെ ഇഷ്ടമുള്ള, താല്പര്യമുള്ള, പ്രിയമുള്ള വല്ലാത്ത ഒരു മേഖലയാണ് സാമ്പത്തികമെന്ന് പറയുന്നത്. മനുഷ്യന് സമ്പത്തിനോടുള്ള ഈ കാഴ്ചപ്പാടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറയുന്നുണ്ട്. ആ ഖൈറിനോടുള്ള ഇഷ്ടം അതികഠിനമാണ് എന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അത് ഒരു തെറ്റായ സമീപനമല്ല. സമ്പത്തിനോട് ഇഷ്ടമുണ്ടാവുക, പ്രിയമുണ്ടാവുക, താല്പര്യമുണ്ടാവുക എന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒന്നാണ്, ഒരു തെറ്റായ സമീപനമല്ല. എന്നാൽ ആ സമ്പത്തിനെ പടച്ച റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ആ വിഷയത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിശുദ്ധി പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളുകളുമാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വാസരംഗത്ത് വിശുദ്ധി പാലിക്കുന്ന ആളുകൾ, ധാർമ്മിക രംഗത്ത് വിശുദ്ധി പാലിക്കുന്ന ആളുകൾ, ഇങ്ങനെ എല്ലാ രംഗത്തും വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ചില ആളുകൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിശുദ്ധി പാലിക്കുന്ന ആളുകൾ, വിശ്വാസരംഗത്ത്, ധാർമ്മിക രംഗത്ത്, എല്ലാ രംഗങ്ങളിലും നല്ല വിശുദ്ധിയോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആളുകൾ അവരുടെ സാമ്പത്തിക രംഗത്ത് വേണ്ട അത്ര ശ്രദ്ധയില്ലാതെ, വേണ്ട അത്ര സൂക്ഷ്മതയില്ലാതെ, കണിശതയില്ലാതെ, ഗൗരവപൂർവം പരിഗണിക്കാതെ അത്ര ഗൗരവപ്പെട്ട ഒന്നായി, പ്രധാനപ്പെട്ട ഒന്നായി സാമ്പത്തിക രംഗത്തെ കാണാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ചില ആളുകളൊക്കെ പറയാറുള്ളത്, ജീവിതമെന്ന് പറഞ്ഞ എല്ലാം 100% ഹലാലും ഹറാമൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ജീവിക്കാൻ കഴിയോ? കുറേയൊക്കെ കടമായി, കുറച്ചൊക്കെ വീട്ടി, കുറച്ചൊക്കെ വീട്ടാതെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ജീവിക്കാൻ കഴിയുള്ളൂ, എല്ലാം നോക്കിയപ്പോൾ ജീവിക്കൽ നടക്കോ എന്ന് ചോദിക്കുന്ന ആളുകൾ. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ കടബാധ്യതയുള്ള കുറേ ആളുകളില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, എൻ്റെ പോലെ കുറേ ആളുകളുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇത് സർവ്വസാധാരണമാണ് എന്ന് വിചാരിച്ച് ഈ വലിയ ഗൗരവകരമായിട്ടുള്ള ഈ മേഖലയെ വില കുറച്ച് കണ്ടുകൊണ്ട് എല്ലാവരും അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ തെറ്റിനെ നോർമലൈസ് ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് കുറേ ആളുകൾക്ക് ജീവിതത്തിൽ അവരുടെ സാമ്പത്തിക രംഗത്ത് സമാധാനമില്ലാതെ, സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ, കാരണങ്ങളിൽ ഒന്നുകിൽ അവരുടെ ജീവിതത്തിലേക്ക് ഹറാമായിട്ടുള്ള സമ്പാദ്യം കടന്നു വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കടവുമായി ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്, ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ സാമ്പത്തിക രംഗത്ത് അസമാധാനത്തോടുകൂടി, തൃപ്തിയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമുക്ക് കാണുവാൻ സാധ്യമാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച അത്ര തന്നെ സാമ്പത്തിക അധ്യാപനങ്ങൾ പഠിപ്പിച്ച മറ്റൊരു മതത്തെയോ ദർശനത്തെയോ നമുക്ക് കാണുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അനുയായികൾ എന്നുള്ള നിലക്ക് സാമ്പത്തിക രംഗത്ത് മികച്ച അച്ചടക്കവും വിശുദ്ധിയുമൊക്കെ പാലിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, പരലോകത്ത് വരുന്ന സമയത്ത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മനുഷ്യൻ അവൻ്റെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതിൽ റസൂൽ പറയുന്ന ഒരു കാര്യം വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള 2 ചോദ്യങ്ങൾ, മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഈ 2 ചോദ്യങ്ങൾക്ക് നാളെയുടെ ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവനാണ് ഞാൻ.
എൻ്റെ സമ്പത്തിനും എൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്കും വിനിയോഗങ്ങൾക്കും ഉപയോഗങ്ങൾക്കുമൊക്കെ അക്കൗണ്ടബിളാണ് ഞാൻ എന്ന ഒരു ചിന്തയാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി ബോധിപ്പിക്കേണ്ടി വരും എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ആ രംഗത്ത് മികച്ച അച്ചടക്കം കൈവരിക്കാൻ, മികച്ച വിശുദ്ധി കൈവരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കേണ്ടത് എന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരു വാപ്പ തൻ്റെ മകന് 1000 രൂപ കൊടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചാൽ അത് വാങ്ങി വന്നതിന് ശേഷം ഈ പിതാവ് മകനോട് കണക്ക് ചോദിക്കുമല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഒരു സർക്കാർ സംവിധാനത്തിൽ ഗവൺമെൻറ് സർക്കാരിലെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, പഞ്ചായത്തുകൾക്കൊക്കെ ഫണ്ട് അനുവദിക്കാറുണ്ടല്ലോ. ആ ഫണ്ട് അനുവദിച്ചാൽ അതിന് ശേഷം 1-2 ഒക്കെ വർഷങ്ങൾക്ക് ശേഷം അത് പരിശോധിക്കും. എങ്ങനെയാണ് സമ്പത്ത് വിനിയോഗപ്പെടുത്തിയിട്ടുള്ളത്? തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? വകുപ്പ് മാറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓഡിറ്റിങ്ങിൻ്റെ കണക്കുകൾ വിലയിരുത്തുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. എന്നാൽ ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സകലമാന സാമ്പത്തിക ഇടപാടുകൾക്കും നാളെയുടെ ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടവനാണ്, ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ എന്ന ചിന്തയോടുകൂടിയിട്ടായിരിക്കണം ആ മേഖലയിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കേണ്ടത്. ഓരോരുത്തരുടെ ജീവിതത്തിലും സാമ്പത്തികമായ വിശുദ്ധി എത്രമാത്രമുണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടത് അവരവരാണ്, മറ്റുള്ളവരെയല്ല ബോധ്യപ്പെടുത്തേണ്ടത്. എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക രംഗം അത് ക്ലിയറാണോ, അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഞാൻ എന്നെയാണ്, എൻ്റെ മനസ്സാക്ഷിയെയാണ് ഉറപ്പുവരുത്തേണ്ടത്. പരിശുദ്ധ ഇസ്ലാം ധനം എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, ആ രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ആകാം, എന്തൊക്കെ ആകരുത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക അധ്യാപനങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ജീവിതത്തിൽ മികച്ച വിശുദ്ധിയോടുകൂടിയിട്ട്, മികച്ച സാമ്പത്തിക അച്ചടക്കത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചേർത്ത് വെക്കുകയാണ്. അതിലൊന്ന്, അള്ളാഹു ഓരോ മനുഷ്യർക്കും നൽകിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നിലവാരത്തിൽ, ഭദ്രതയിൽ, ഉപജീവന മാർഗങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. 34-ാം അധ്യായം സൂറ സബയിലെ 39-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കാൻ, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. അള്ളാഹു ഓരോ ആളുകൾക്കും നൽകിയിട്ടുള്ള സാമ്പത്തികമായ നിലവാരവും ഭദ്രതയും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് പടച്ചറബ് ധാരാളമായി ഈ ലോകത്ത് വിശാലമായി ജീവിക്കാനുള്ള സ്വത്ത് നൽകിയിട്ടുണ്ട്, മുതൽ നൽകിയിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്, ജോലി നൽകിയിട്ടുണ്ട്, കച്ചവടം നൽകിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പടച്ചറബ് കുറച്ചേ കൊടുത്തിട്ടുണ്ടാകുള്ളൂ. അത് ഓരോന്നും അള്ളാഹുവിൻ്റെ യുക്തിരഹസ്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ധാരാളം നൽകിയത്, ചില ആളുകൾക്ക് കുടുസായി നൽകിയത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹ് എനിക്ക് നൽകിയത് അത് കൂടുതലായിരിക്കാം, അത് കുറവായിരിക്കാം. എന്താണെങ്കിലും ശരി, പടച്ച റബ്ബ് നൽകിയ വരുമാനത്തിൽ തൃപ്തിയുണ്ടാവുകയും അതിൻ്റെ വർധനവിന് വേണ്ടി ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കുകയും പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഒരു സമീപനം നമുക്കുണ്ട് എങ്കിൽ സാമ്പത്തിക രംഗത്ത് സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാൻ കഴിയും. നിങ്ങൾക്കറിയില്ലേ, ചില ആളുകളോട്, പാവപ്പെട്ട ആളുകളായിരിക്കും, ദിവസക്കൂലിക്ക് പോയിട്ട് കുടുംബത്തിനെ പോറ്റുന്ന ആളുകൾ, ഓട്ടോ ഡ്രൈവറായിരിക്കും, കൂലിപ്പണിക്കാരനായിരിക്കും, ജീവിതം എങ്ങനെയുണ്ട്, ജീവിതത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാ, റാഹത്താണ്, തൃപ്തിയാണ് എന്ന് പറയും. അവരെക്കുറിച്ച് പഠിച്ചാൽ കാണാം, വീട്ടിൽ 2, 3, 4 ഒക്കെ മക്കളുണ്ട്, പ്രായം ചെന്ന ബാപ്പയും ഉമ്മയുമുണ്ട്, ഇടക്കിടക്ക് ആശുപത്രി കേസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് പരാധീനതകൾക്കിടയിൽ അവർ ജീവിച്ചിട്ടും വരുമാനം കുറഞ്ഞിട്ടും മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്നു അൽഹംദുലില്ലാ, തൃപ്തിയാണ്, റാഹത്താണ്. എന്നാൽ ചില ആളുകളോട്, ചില മുതലാളിമാരോട്, കച്ചവടക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്,
ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറയും. എന്തേ ബുദ്ധിമുട്ട്? കഴിഞ്ഞ മാസം 2 ലക്ഷം രൂപ ലാഭമുണ്ട്, ഈ മാസം അത് 1.5 ലക്ഷമായി. അല്ലെങ്കിൽ ഈ മാസം അത് ലാഭം ഒന്ന് കുറഞ്ഞുപോയി, ബിസിനസ് ഒന്ന് കുറഞ്ഞുപോയി. ആ കുറഞ്ഞതിൻ്റെ പേരിൽ അവർ പറയും ഇപ്പം ടൈറ്റാണ്, പഴയ പോലൊന്നും തരാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതിൽ തൃപ്തിപ്പെട്ട് അതിൻ്റെ വർധനവിന് വേണ്ടി അധ്വാനിക്കാനും പണിയെടുക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പടച്ച റബ്ബ് നമ്മളോട് അധ്വാനിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, ധനം സമ്പാദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് ആണിനോടും പെണ്ണിനോടും ഒക്കെ ആ നിലക്ക് പറയുന്നുണ്ട്. സമ്പാദിക്കാം, സമ്പാദിച്ചു കൊണ്ടുവരാം, അത് ഹലാലായിരിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലുള്ള ഏതൊരു ജീവജാലമാകട്ടെ, ഭൂമിയിലുള്ള ഏതൊരു ജന്തു ജീവജാലത്തിൻ്റെയും ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹു ഉപജീവനം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജന്തുവോ ഒരു ജീവജാലമോ ഈ ലോകത്തില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഉപജീവന മാർഗം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ കുറേ ആളുകൾക്ക് വിശാലമായി നൽകും, ചിലപ്പോൾ കുടുസായി നൽകും എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം അള്ളാഹു നൽകുമെന്ന് കരുതിക്കൊണ്ട് അധ്വാനിക്കണ്ട എന്നോ തേടണ്ട എന്നോ നേടണ്ട എന്നോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിക്കണമെന്നും തേടണമെന്നും നേടണമെന്നുമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. സൂറത്തുൽ മുൽക്കിൽ നമുക്ക് കാണുവാൻ കഴിയും, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ യഥേഷ്ടം വിഹരിക്കാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാനുമൊക്കെ പറ്റിയ രൂപത്തിലേക്ക് ഈ ഭൂമിയെ മനുഷ്യന് പാകപ്പെടുത്തി നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭൂമിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു നൽകുമെന്ന് കരുതിയിട്ട് വെറുതെ ഇരിക്കാൻ, അലസന്മാരാകാൻ, മടിയന്മാരാകാൻ അള്ളാഹു പറയുന്നില്ല. മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ തേടണമെന്നും നേടണമെന്നുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. സമ്പത്തിനെ പരീക്ഷണമായിക്കൊണ്ടും അനുഗ്രഹമായിക്കൊണ്ടുമൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുക? ആ അനുഗ്രഹത്തിനെ, ആ പരീക്ഷണത്തിനെ പടച്ച റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടും പ്രീതിക്ക് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തുന്ന സമയത്താണ് അവർക്ക് വിജയിക്കാൻ കഴിയുക. മനുഷ്യന്മാർ ഏറെയും ഇതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ എന്നുള്ള നിലക്ക് തന്നെയായിരിക്കണം ഖുർആൻ സൂറ മുനാഫിഖൂനിലൂടെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ നമ്മളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ചേർത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും. നിങ്ങൾ സ്വത്തിൻ്റെ പിന്നാലെ പോയി, കച്ചവടത്തിൻ്റെ പിന്നാലെ, ബിസിനസിൻ്റെ പിന്നാലെ പോയി, മക്കളെ പിന്നാലെ പോയി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ മാറിക്കളയരുത്, അശ്രദ്ധരായി പോകരുത് എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് മനുഷ്യൻ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരിക്കണം ആ നിലക്ക് അള്ളാഹു നമ്മെ താക്കീത് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ആളുകളില്ലേ, ഇപ്പം തിരക്കാണ്, ദീനിയായ പരിപാടികൾക്ക് വരാൻ സമയമില്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ സമയമില്ല, ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങളിലോ കാരുണ്യ പ്രവർത്തനങ്ങളിലോ ദീനീ പ്രവർത്തനങ്ങളിലോ അവർക്ക് എത്തിപ്പെടാനാകുന്നില്ല. കാരണം തിരക്കാണ്, നിരന്തരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കൃത്യമായി പഠിപ്പിക്കാൻ, അങ്ങനെ പരിപൂർണമായി ഈ ലോകത്തെ പരലോകത്തെ മറന്നുകൊണ്ട്, പടച്ചോനെ മറന്നുകൊണ്ട് ഏർപ്പെട്ടു പോകരുത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചു വന്നത്, ഈ ലോകത്ത് നമുക്ക് അധ്വാനിക്കാം, നമുക്ക് സമ്പാദിക്കാം. ആ സമ്പാദനം എന്ന് പറയുന്നത് പരിപൂർണമായി ഹലാലായി മാറണം എന്നുള്ളതാണ്. ഈ അടുത്ത് നാട്ടിൽ ഒരു ഫ്രൂട്ട്സ് കടയിൽ വന്നുകൊണ്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ, ആ സമയത്ത് അപ്പുറത്തൊരു സഹോദരൻ വന്നുകൊണ്ട് ഇദ്ദേഹത്തോട് സിഗരറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ സിഗരറ്റ് എടുത്തു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ ആ ഷോപ്പിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഇത്രമാത്രം ഫ്രൂട്ട്സുകളുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു ഹറാമായ സംഗതി വിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി, അതിനൊന്നും ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒന്നും കിട്ടാത്തൊരു സാധനമാണെങ്കിൽ പിന്നൊരു ഹറാമായ വസ്തു വിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, അല്ല, രാത്രി സമയങ്ങളിൽ കുറേ ആളുകൾ ഇവിടെ വരും, ഇതിനു വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ആ കെയർ ഓഫിൽ കുറേ ഫ്രൂട്ട്സ് ചിലവാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വിശ്വാസത്തിൻ്റെ മുകളിലേക്ക് സാമ്പത്തികമായ ദുർമോഹങ്ങൾ കയറിക്കഴിഞ്ഞാൽ അങ്ങനെയിരിക്കും. വിശ്വാസം ശരിക്ക് മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് നാളെയുടെ ലോകത്ത് മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യമുണ്ടെങ്കിലാണ് ഹറാമായിട്ടുള്ള സമ്പാദ്യം സ്വീകരിക്കാതിരിക്കാൻ കഴിയുക. കൂടെ പ്രവർത്തിക്കുന്നൊരു സഹോദരൻ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഈ അടുത്ത് പറയുകയുണ്ടായി, ഒരു ദിവസം അവിടെയുള്ള മേലുദ്യോഗസ്ഥന് വന്നുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് ഒരു 500 നോട്ട് നീട്ടിയത്രേ. അപ്പോൾ ഇവന് ചോദിച്ചു ഇതെന്താണ്? അപ്പം അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വലിയ ഫയൽ പാസ്സായിട്ടുണ്ട്. ആ ഫയൽ പാസ്സായതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള കൈക്കൂലി ഈ മേലുദ്യോഗസ്ഥൻ ആ ഓഫീസിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഓഹരികൾ ഇങ്ങനെ വിഭജിച്ച് നൽകിയിട്ടുള്ള ആ ഓഹരിയിൽപ്പെട്ട ഒന്നാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവനത് വേണ്ട എന്ന് പറഞ്ഞു. അത്യാവശ്യം ബോധവും ദീനീ ബോധവും നാളെയുടെ ലോകത്ത് എൻ്റെ റബ്ബിനോട് ഈ സ്വീകരിക്കുന്ന കൈക്കൂലിക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധവും ബോധ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അവനത് വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹറാമായിട്ടുള്ള സമ്പാദ്യം സ്വീകരിക്കാനും അത് ലഭിക്കാനും വാങ്ങാനും അതുമായി ബന്ധപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരലോകത്തെ ആലോചിച്ചുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട് നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാറുണ്ടോ എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു കോൺട്രാക്ടർ ആയിരിക്കാം, ഒരു അധ്യാപകനായിരിക്കാം, ഒരു ഓട്ടോ ഡ്രൈവറായിരിക്കാം. നമ്മുടെ പ്രൊഫഷനിൽ നിന്ന്, നമ്മുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് നമ്മൾ അധ്വാനിക്കുന്ന പണം, ആ ഓരോ നയാ പൈസയും അത് പരിപൂർണമായി ഹലാലാണ് എന്നത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്ക് മാത്രമാണ്. അത് മറ്റാരെയും ബോധ്യപ്പെടുത്താതെ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ രംഗത്ത് നമുക്ക് വിശുദ്ധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. മഹാനായിട്ടുള്ള സഅദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്നവരിൽ ഈ സഅദ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, സഅദേ, അനുവദനീയമായത് കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, എങ്കിൽ നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്നവരിൽ ഉൾപ്പെടാമെന്നായിരുന്നു റസൂലുള്ളാഹിയുടെ മറുപടി. അനുവദനീയമായത് കഴിക്കുക എന്ന് പറയുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ മുന്തിയ വിഭവങ്ങൾ കഴിക്കണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഹലാലായ സമ്പാദ്യത്തിലൂടെ കൊണ്ടുവരുന്ന പണമാണ്, ആ പണം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. റസൂലുള്ളാഹി തുടരുകയാണ്, ഒരാൾ നിഷിദ്ധമായത് വയറ്റിലാക്കിയാൽ അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. ആരുടെ ശരീരത്തിലാണോ ദുഷിച്ച സമ്പാദ്യവും പലിശയും മുഖേനയുള്ള മാംസം വളരുന്നത്, അവരുടെ സങ്കേതം നരകമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നില്ല എന്ന സംശയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ സമ്പത്തിനെയാണ്. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കൈവരിക്കാതെ, അച്ചടക്കമില്ലാതെ, ചിട്ടയില്ലാതെ, കണിശത പുലർത്താതെ, സൂക്ഷ്മതയില്ലാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം സാമൂഹ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ സമ്പാദന മാർഗങ്ങളെയും നിരോധിക്കുന്നുണ്ട്, വിരോധിക്കുന്നുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ചതി, വഞ്ചന, കൈക്കൂലി, അതേപോലെ തന്നെ കൊള്ളലാഭം തുടങ്ങിയിട്ടുള്ള മായം ചേർക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളക്കണക്കിന് കാര്യങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലകളെയും എണ്ണി പറയുന്നുണ്ട്. അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകളെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള പരാമർശമുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ സാമൂഹ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമ്പാദന മാർഗങ്ങളെ പരിശുദ്ധ ഇസ്ലാം അതിഗൗരവത്തിൽ നിരോധിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത്, ആ മേഖലയിൽ സൂക്ഷ്മതയോടുകൂടിയിട്ട് ജീവിക്കാൻ കഴിയണം. റസൂലുള്ളാഹി ഒരിക്കൽ അങ്ങാടിയിൽ ഒരു കാരക്ക വിറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ ഉള്ളിലുള്ള വസ്തുക്കൾ, ഉള്ളിലുള്ള കാരക്ക നനഞ്ഞതുപോലെ ഇരിക്കുന്നു. റസൂൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഇങ്ങനെ? അപ്പം ആ മനുഷ്യൻ്റെ മറുപടി, പ്രവാചകരെ, അത് മഴ കൊണ്ട് നനഞ്ഞതാണ്. അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണ് എങ്കിൽ ആ നനഞ്ഞതിനെ നിനക്ക് മുകളിലേക്ക് വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്യായമായിക്കൊണ്ട് അന്യരുടെ ധനത്തിനെ അപഹരിച്ചു കഴിഞ്ഞാൽ നരകമായിരിക്കും
അയാളുടെ സങ്കേതമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും ശരി നരകമായിരിക്കും അവരുടെ സങ്കേതമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ഈ ഭാഗത്ത് നമ്മൾ ചേർത്ത് വെക്കേണ്ടത് 2-ാം അധ്യായത്തിലെ 188-ാമത്തെ വചനം, വലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾക്കിടയിൽ അന്യായമായ വഴിക്ക് നിങ്ങളത് കഴിക്കരുത്, അത് തിന്നരുത് എന്ന് പറയുന്നുണ്ട്. വലാ തഅ്കുലൂ അംവാലക്കും, സ്വത്തുക്കൾ അങ്ങോട്ടും അങ്ങോട്ടും അന്യായമായിട്ട് അപഹരിക്കാൻ പാടില്ല. വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം, എന്നാൽ അവയെ വിധികർത്താക്കളിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുകയും ചെയ്യരുത്. ചില ആളുകളുണ്ട്, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ വഴക്കാണ്, ഭൂമിയുടെ പ്രശ്നം, അനന്തരാവകാശത്തിന്റെ പ്രശ്നം, സ്വത്തിന്റെ പ്രശ്നം, അയൽവാസികൾ തമ്മിൽ പ്രശ്നം, ബന്ധുക്കൾ തമ്മിൽ പ്രശ്നം, സംഘടനകൾ തമ്മിൽ പ്രശ്നം. ആളുകളെ ഇറക്കും, ചിലപ്പോൾ ഭരണാധികാരികളിലേക്ക്, ചിലപ്പോൾ വിധികർത്താക്കളിലേക്ക്, ജഡ്ജിമാരിലേക്ക്, പല വഴികളിലൂടെ സ്വാധീനിച്ചുകൊണ്ട് അന്യായമായി ആ ഭാഗം, ആ സ്വത്ത് അതെൻ്റെതല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. പക്ഷേ പിടിപാടുകൾ വെച്ചുകൊണ്ട്, സ്വാധീനങ്ങൾ വെച്ചുകൊണ്ട്, കള്ളക്കേസുകൾ നൽകിക്കൊണ്ട്, കൈക്കൂലി നൽകിക്കൊണ്ട് അന്യന്റെ സ്വത്തിനെ അപഹരിക്കുന്ന ആളുകളെ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടായിരുന്നാലും ശരി, വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയുള്ള ധനം കൈക്കലാക്കുന്നതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വലാ തഅ്കുലൂ, നിങ്ങൾ തിന്നുക എന്ന് പറഞ്ഞിരിക്കുന്നത്. വലാ തഅ്കുലൂ, നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കേവലം വളരെ നിന്ദ്യവും വളരെ മോശവും മൃഗീയവുമായിട്ടുള്ള ഒരു നീചമായ സ്വഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, അന്യായമായ മാർഗത്തിലൂടെ ഒന്നും സമ്പാദിക്കരുത്. നമ്മുടെ സ്വാധീനത്തിന്റെ പിൻബലത്തിൽ, തെളിവുകൾ നിരത്താനുള്ള പ്രാഗൽഭ്യത്തിന്റെ പിൻബലത്തിൽ, മറ്റ് അനുകൂലമായ ഘടകങ്ങളുടെ പിൻബലത്തിൽ നമ്മുടേതല്ലാത്ത, നമുക്കർഹതയില്ലാത്ത ഒരു നയാ പൈസ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ നിലക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിച്ചാൽ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത കൊണ്ടുവരാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, യമുദ്ദു യദൈഹി ഇലസ്സമാ ഫഅന്നാ യുസ്തജാബു ലഹു, ഒരാൾ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പടച്ച റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കാനാണ്? കാരണം മൽബസുഹു ഹറാം, മത്അമുഹു ഹറാം, മശ്റബുഹു ഹറാം, അദ്ദേഹം ഉടുത്തത് ഹറാമാണ്, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, കുടിക്കുന്നത് ഹറാമാണ്. ഇതൊക്കെ ഹറാമാണ് എങ്കിൽ ജീവിതത്തിൽ ഹറാമിന്റെ അംശം പറ്റിയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മറ്റൊരുത്തനെ പറ്റിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട്, ചതി നടത്തിക്കൊണ്ട്, കൊള്ളലാഭം നേടിക്കൊണ്ട് ഞാൻ സമ്പത്ത് സമ്പാദിക്കുന്നു. ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തി എൻ്റെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ ചിലവുകൾ ഞാൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിപൂർണമായ ഹലാലായ വഴിയിലൂടെ നമുക്ക് അധ്വാനിച്ച് സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗമെന്ന് പറയുന്നത് ആ സമ്പത്തിൻ്റെ ഉപയോഗമാണ്, അതിൻ്റെ വിനിയോഗമാണ്. സമ്പത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തരത്തിലുള്ള സമീപനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലെ ഒരു ഭാഗമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അതികണിശമായി വിലക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ദുർഗുണമാണ്, അഥവാ അത് പിശുക്കാണ്. ഒരു ഭാഗത്ത് പിശുക്കാണ്, മറുഭാഗത്ത് ധൂർത്താണ്. ഈ രണ്ടും സമൂഹത്തിലുള്ളതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയും, അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല, അദ്ദേഹം മഹാപിശുക്കനാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ധാരാളമായി സമ്പത്തുണ്ടെങ്കിൽ പോലും പിശുക്കി നടക്കുന്ന ആളുകൾ, സ്വന്തത്തിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് എടുക്കാത്തവർ, സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ചെലവ് നോക്കാത്ത ആളുകൾ. ബാപ്പയും ഉമ്മയും വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, കാരണം എന്താ? ചെലവാണ്. കുടുംബക്കാർ വരുന്നത് ഇഷ്ടമല്ല, കാരണം എന്താ? ചെലവാണ്. അങ്ങനെ ആവശ്യത്തിനും ഇല്ലാത്തതിനുമൊക്കെ പിശുക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. വിശുദ്ധ ഖുർആൻ ഈ ദുർഗുണത്തിനെ കുറിച്ച് 3-ാം അധ്യായത്തിലെ 180-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ പിശുക്കു കാണിക്കുന്ന ആളുകൾ നിശ്ചയമായും അവർ വിചാരിക്കണ്ട, ഞാൻ പിശുക്കി പിടിച്ചാൽ, കൊടുക്കാതെ, പണമിറക്കാതെ, സമ്പത്ത് നൽകാതെ അത് പിശുക്കി വെച്ച് കഴിഞ്ഞാൽ ഗുണകരമാണ് എന്ന് അവർ വിചാരിക്കേണ്ടതില്ല. എന്നാൽ അതവർക്ക് ദോഷകരമാകുന്നു
എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു തൗബയിലെ 34-35 വചനങ്ങൾ സൂചിപ്പിക്കുന്നത് അള്ളാഹ് സമ്പത്ത് നൽകിയിട്ട് ആ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടും അല്ലാത്ത നിർബന്ധ കടമകളാവട്ടെ, അല്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിനോടുള്ള കുടുംബത്തിനോടുള്ള കടമകളാവട്ടെ, ആ കടമകൾ നിർവഹിക്കാതെ പിശുക്കി പിടിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ച് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്തിനെ ഒരു സർപ്പമാക്കി മാറ്റി അവരുടെ കഴുത്തിലേക്ക് അണിയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിശുക്കി പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അത് മനോഹരമായി സൂചിപ്പിക്കുന്നുണ്ട്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക് വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്. നിങ്ങൾ നിങ്ങളുടെ ഇരു കരങ്ങളും പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് എന്ന് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ ഉപമ സൂചിപ്പിക്കുന്നത്. രണ്ട് കൈകളും പിരടിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാക്കരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ, അത് അവനാൻ്റെതാകട്ടെ കുടുംബത്തിൻ്റെതാകട്ടെ, ആവശ്യത്തിന് പോലും ചിലവഴിക്കാതെ പിശുക്കി പിടിക്കരുത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തെ ഭാഗം പറയുന്നത്, എന്നാൽ നിങ്ങൾ അത് വിശാലമായി ഇരു കൈകളും നീട്ടിയിടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിനർത്ഥം ഒരു ലാവിഷായിട്ടുള്ള മെന്റാലിറ്റി, ഒരു ലാവിഷായിട്ടുള്ള സ്വഭാവം അതും ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മേഖലയിൽ ദൂർത്ത് കയറി വരുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അത് വിവാഹമാവട്ടെ, വീട് നിർമ്മാണമാകട്ടെ, പരിപാടികളാകട്ടെ, ഭക്ഷണമാകട്ടെ, പല മേഖലയിൽ പ്രത്യേകിച്ചു മലബാറിൽ ധാരാളമായി ഇസ്രാഫ്, ധാരാളിത്തം പല മേഖലകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു പുസ്തകത്തിൽ വായിച്ചതോർക്കാൻ കോഴിക്കോടുള്ള ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ജർമ്മനിയിലുള്ള ഒരു സഹോദരൻ, ആ സഹോദരൻ ഗൾഫ് നാടിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവർ ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്. ജർമ്മനിയിലെ ഹാംബർഗിൽ അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. ഹാംബർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഇവർ കയറുകയാണ്. ഹോട്ടലിൽ കയറിയ ഉടനെ തന്നെ ഈ മലയാളിയായിട്ടുള്ള ഗൾഫുകാരനായ സഹോദരൻ പറയുന്നുണ്ട്, ജർമ്മനിക്കാരെ കുറിച്ച് ഞാൻ കേട്ടതൊന്നും ശരിയല്ലല്ലോ. കാരണം ഇവരൊക്കെ വലിയ പണക്കാരാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം കാണുമ്പോൾ എല്ലാവരും റൊട്ടിയാണ് കഴിക്കുന്നത്. ചില ആളുകളൊക്കെ 2-3 ആളുകളൊക്കെ കൂടിച്ചേർന്നുകൊണ്ടാണ് റൊട്ടി കഴിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഇവരെക്കുറിച്ച് ഞാൻ കേട്ടത് ശരിയല്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് അവരൊരു ഭാഗത്തിരുന്നു. മലയാളികളുടെ പതിവനുസരിച്ചുകൊണ്ട് അവർ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ അവർക്കുള്ള ഭക്ഷണം അവരുടെ ടേബിളിലേക്ക് എത്തി. ആ ഹോട്ടലിലുണ്ടായിരുന്ന, റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാ ആളുകളുടെയും ശ്രദ്ധ ഇവരുടെ ടേബിളിലേക്കാണ്. കാരണം അവരെ ചിന്തിപ്പിച്ചത് എന്തിനാണ് 2 ആളുകൾക്ക് കഴിക്കാൻ ഇത്രയേറെ ഭക്ഷണം എന്നുള്ളതായിരുന്നു. ഇവർ വാങ്ങിയിട്ടുള്ള, വരുത്തിച്ചിരിക്കുന്ന, ഓർഡർ ചെയ്തിരിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി കഴിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം എല്ലാവരും നോക്കി നിൽക്കാൻ ഇവരുടെ സമീപത്തിരുന്ന കുറച്ച് വൃദ്ധയായിട്ടുള്ള പ്രായം ചെന്ന കുറച്ചാളുകൾ അവർ നിരന്തരമായി ഇങ്ങനെ നിരീക്ഷിക്കുകയും കുറച്ച് കഴിഞ്ഞ് ആ ഹോട്ടലിൻ്റെ മാനേജറുടെ അടുത്ത് പോയിട്ട് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി ഞങ്ങളെക്കുറിച്ചാണ് ആ പരാതി പറയുന്നത്. അവർ മനസ്സിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. എന്തിനാ ഞങ്ങളെ കാര്യത്തിൽ ഇവരിടപെടുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമായി. അവിടെയുള്ള ഉദ്യോഗസ്ഥർ കടന്നു വന്നു. ആ ഉദ്യോഗസ്ഥർ ഇവർ പാഴാക്കിയിരിക്കുന്ന ഭക്ഷണം പരിശോധിച്ചു. എന്നിട്ട് അവർക്ക് കുറച്ച് പിഴ ഈടാക്കുകയുണ്ടായി. ആ പിഴ ഈടാക്കുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള ഈ ആളുകൾ, 2 ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണം, ആ ഭക്ഷണം പൂർണ്ണമായി കഴിക്കണോ കുറച്ച് കഴിക്കണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഭക്ഷണമായിരുന്നാലും പണമായിരുന്നാലും ഒക്കെ ഈ സമൂഹത്തിൻ്റെ വിഭവങ്ങളാണ്. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ ഉപയോഗപ്പെടുത്താൻ ആരും നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഫീച്ചർ അവസാനിപ്പിക്കുന്നത് ഇദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ വീടുകളിൽ ജോലി ചെയ്യുന്ന കുടുംബശ്രീ തൊഴിലാളികളുടെ ചില സഹോദരിമാരുടെ, വനിതകളുടെ ചില അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വീട് വൃത്തിയാക്കാൻ ഏറ്റവും അധികം പ്രയാസമുള്ള സമയമെന്ന് പറയുന്നത് നോമ്പ് കാലത്താണ്. കാരണം നോമ്പ് കാലത്ത് ഓരോ വീടുകളിലും ധാരാളമായി ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റ് ആകാറുണ്ട് എന്നാണ് അവർ പങ്കുവച്ചത്. ഈ സംഭവമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നത് നമ്മുടെ നാടുകളിലാണോ അതല്ല ചില പാശ്ചാത്യ നാടുകളിലാണോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്.
സൂചിപ്പിച്ചത് ഏത് മേഖലയാവട്ടെ, നിങ്ങൾ നോക്കുന്നു വീടെടുത്ത് കൊടുക്കുന്ന മേഖലകൾ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ മേഖലകൾ, ചിലപ്പോൾ നാട്ടിലുള്ള ആളുകളെല്ലാവരും കൂടി ഒരുമിച്ചുകൂടി സഹായിച്ചുകൊണ്ട് നടത്തുന്ന കല്യാണങ്ങളിൽ പോലും ഒരുപാട് അനാവശ്യമായ സമ്പ്രദായങ്ങളും പരമ്പരാഗതമായ സമ്പ്രദായങ്ങളും കസ്റ്റമുകളും മാമൂലുകളും ഒക്കെ ഉള്ളതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ നിലക്ക് പല മേഖലകളിലേക്കും ദൂർത്ത് കയറി വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമുക്ക് തീരുമാനിക്കാൻ കഴിയണം, എൻ്റെ വീട്ടിലുള്ള കല്യാണം അതെൻ്റെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ചുകൊണ്ട്, അത് പലപ്പോഴും അയൽപ്പക്കത്ത് നടക്കുന്ന കല്യാണത്തിൻ്റെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലെ കല്യാണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ ജീവിക്കുന്ന പോലെ കാറും അവർ ജീവിക്കുന്ന പോലെ ബൈക്കും അവർ ജീവിക്കുന്നത് പോലെ മൊബൈൽ ഫോണും എനിക്കുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ബാക്കിയുള്ള ആളുകളെ പോലെ ജീവിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആളുകളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിന് പകരം സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും. പിന്നീട് വലിയ അശാന്തിയായി മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്തേ കാരണം? പടച്ചറബ് നൽകിയിട്ടുള്ള സാമ്പത്തികമായ നിലയെ മറന്നുകൊണ്ട്, സാമ്പത്തികമായ നിലവാരത്തെയും ഭദ്രതയെയും മറന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകളെപ്പോലെ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കും, ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കി പോകുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ലേ? ഒരു പുസ്തകത്തിൽ വായിച്ചതോർക്കാൻ, വീട്ടിലുള്ള പിതാവിൻ്റെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് മാത്രമാണ്. മാതാവ് ഔദ്യോഗികമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പഠിച്ചിട്ടില്ല. ആഴ്ചയിൽ ബുധനാഴ്ചയാണ് ചന്ത ദിവസം. ആ ചന്തയിലേക്ക് പോകുന്നതിന് മുന്നേ ബാപ്പക്ക് ഉമ്മ എഴുതി കൊടുക്കും എന്തൊക്കെയാണ് വാങ്ങേണ്ട സാധനങ്ങൾ. ആ ലിസ്റ്റ് അനുസരിച്ചുകൊണ്ടാണ് പിതാവും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി വരിക. ഇന്ന് കാലം മാറി, മാള് സംസ്കാരമാണ്. നമ്മൾ മാളുകളിലേക്ക് പോകുന്നു, അവിടെയുള്ള ട്രോളി എടുക്കുന്നു, അവിടെ റാക്കിൽ മനോഹരമായി നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അത് ആവശ്യമുള്ളതാവട്ടെ അനാവശ്യമാവട്ടെ അത്യാവശ്യമില്ലാത്ത സംഗതികളാകട്ടെ, അതൊക്കെ എടുത്ത് വലിച്ചിട്ട് ഈ ട്രോളിയും മുന്തിക്കൊണ്ട് ബില്ലടച്ചുകൊണ്ട് നമ്മൾ പോരുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാണ് എന്ന പരസ്യങ്ങൾ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞിരിക്കുന്ന ബാപ്പയും ഉമ്മയും ഒക്കെ ജീവിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. ഒരുപാട് സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തെങ്കിൽ പോലും മൗലികമായ അവകാശങ്ങൾ നമ്മളിൽ നിന്ന് ആരോ കൊത്തിപ്പറിച്ചു കൊണ്ടുപോയി. പരസ്യ കമ്പനികൾ, മാർക്കറ്റിംഗ് ഏജൻസികൾ കൊത്തി വലിച്ചു കൊണ്ടുപോയി. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ബ്രഷ് എടുക്കണം, ഏത് ബ്രാൻഡിൻ്റെ പേസ്റ്റ് തേക്കണം, ഞാൻ ഏത് സോപ്പ് ഉപയോഗപ്പെടുത്തണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നിടത്ത് പുതിയ കാലത്തുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കടന്നു വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള നിയന്ത്രണം പരസ്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കരുത്. ഇന്ന് പലതരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. കീശ കാലിയാണെങ്കിലും പേടിക്കേണ്ടതില്ല. ചില ക്യാപ്ഷനുകളാണ്, കീശ കാലിയാണെങ്കിലും പേടിക്കേണ്ടതില്ല. പണമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും തോന്നുകയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സഹായിക്കാൻ ആളുകളുണ്ട്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആളുകൾക്ക് കടം കിട്ടാനുള്ള സാഹചര്യങ്ങൾ, കടം കിട്ടാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കടം വാങ്ങി അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് സമാധാനമില്ലാതെ അസമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കൊന്ന് കാണുവാൻ സാധ്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഒരു ഐഫോൺ ഇല്ലെങ്കിൽ മോശമാണ്. ഒരു സംഗതി അതെനിക്കുണ്ടായിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു കുറവാണ്, ഞാനൊരു പോയത്തക്കാരനായി പോവും, ഞാനൊരു മോശമായി പോവും എന്ന ചില ചിത്രങ്ങൾ ഉണ്ടാക്കുകയും അതിനു വേണ്ടിയിട്ട് പണം കടം വാങ്ങി ലോൺ എടുത്തുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ സാമ്പത്തിക രംഗം തകർന്നു പോകുന്ന സാഹചര്യമുണ്ടാകും. ആ രംഗത്ത് എന്താണ് നമ്മുടെ മാതൃകയാവേണ്ടത്? എന്താണ് നമ്മുടെ നിലപാടാവേണ്ടത്? അത് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഏത് മേഖലയിലാവട്ടെ, അത് വീടാകട്ടെ, വസ്ത്രമാകട്ടെ, വിവാഹമാകട്ടെ, ഭക്ഷണമാകട്ടെ,
ഏത് മേഖലയിലാകട്ടെ, അള്ളാഹു അവന്റെ നല്ല അടിമകളെക്കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു, അവർ ചിലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, അവർ ധാരാളിത്തം അത് അവർ സ്വീകരിക്കുകയില്ല, പിശുക്കി പിടിക്കുകയില്ല. അതിനിടയിലുള്ള ഏറ്റവും നല്ല മിതമായിട്ടുള്ള നിലപാടിനെയാണ് അവർ സ്വീകരിക്കുക എന്നാണ് പടച്ചറബ് നമ്മളെക്കുറിച്ച് പറയുന്നത്. പടച്ചറബ് അവൻ്റെ നല്ല അടിമകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ആ നിലക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, സാമ്പത്തിക രംഗത്ത് 3 എഫുകൾ നമുക്ക് ആവശ്യമാണ്. 1 ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്, 2 ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്, 3 ഫിനാൻഷ്യൽ കൺട്രോളിംഗ് ആണ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ കല്യാണം നടക്കാനുണ്ട്, വാപ്പയും മകനും കൂടി ഇരുന്നു കൊണ്ട് പ്ലാൻ ചെയ്യണം എന്തെല്ലാം ചിലവുകളാണ് വരാൻ സാധ്യതയുള്ളത്. ഏതാണ്ട് ഒരു കണക്കുണ്ടാക്കുമ്പോൾ തന്നെ വലിയ ഭാരിച്ച സംഖ്യയായിട്ട് തോന്നും. അപ്പോൾ പിന്നെ പല കാര്യങ്ങളോടും നോ, അതിന് കഴിയില്ല, അതല്ലാതെ തന്നെ അത്യാവശ്യം ചെലവ് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓരോ കാര്യങ്ങളിലും നല്ല പ്ലാനിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നല്ല ആസൂത്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ അമിതമായി നമ്മൾ ചിലവഴിക്കുന്നതിനെ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ കൺട്രോളിങ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് കുടുംബ ബജറ്റ് തയ്യാറാക്കുന്ന ആളുകൾ, കുടുംബ യോഗങ്ങൾ വിളിക്കുന്ന ആളുകൾ, ഓരോ മാസത്തെയും വരവ് ചിലവ് കണക്കുകളെ അപഗ്രഥനം നടത്തി വിശകലനം നടത്തി അതിൽ നിയന്ത്രണം പാലിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഓരോ മാസം കഴിയുമ്പോഴും എൻ്റെ വരവ് ഇത്രയാണ്, എൻ്റെ ചെലവ് ഇത്രയാണ്, എൻ്റെ ചെലവ് കൂടുതലാണ്, ചെലവൊന്ന് ചുരുക്കേണ്ടതുണ്ട്, അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് ആ മേഖലയിൽ ശ്രദ്ധയോടുകൂടിയും ബോധത്തോടു കൂടിയിട്ടും ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. വരവറിഞ്ഞുകൊണ്ട് ചിലവഴിക്കുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വരവറിഞ്ഞുകൊണ്ട് ചിലവഴിക്കുന്ന സംസ്കാരം ഉണ്ടെങ്കിലാണ് കടബാധ്യതയിലേക്ക് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. കടമെന്ന് പറയുന്നത് അത് മറ്റൊരു ഏരിയ തന്നെയാണ്. വിശാലമായി വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് കടബാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമുക്ക് കടമുണ്ടായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് കടമുണ്ടായത്? ജീവിതത്തിൻ്റെ അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിയതാണോ? എനിക്ക് നാളെ ജീവിക്കണമെങ്കിൽ, എനിക്കും കുടുംബത്തിനൊക്കെ ജീവിക്കണമെങ്കിൽ കടം വാങ്ങിയേ തീരൂ എന്ന അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കടം വാങ്ങിയത്? അതല്ല, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, ബൈക്ക് കാറാക്കി മാറ്റാൻ, മൊബൈൽ മാറ്റാൻ, വീട് മെച്ചപ്പെടുത്താൻ, ഇങ്ങനെയുള്ള സൗകര്യങ്ങളുടെ വർധനവിന് വേണ്ടിയിട്ടാണോ നമ്മൾ കടം വാങ്ങിയിട്ടുള്ളത് എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റോടുകൂടി, നല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി, മികച്ച സാമ്പത്തിക ആസൂത്രണത്തിലൂടെ, സാമ്പത്തിക നിയന്ത്രണത്തിലൂടെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെങ്കിലും സാമ്പത്തിക അച്ചടക്കവും സാമ്പത്തിക വിശുദ്ധിയുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. ഈ രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ ഒരു ഹാബിറ്റായിക്കൊണ്ട്, സ്വഭാവമായിക്കൊണ്ട് നിരന്തരമായി സ്വതക്കകൾ നിർവഹിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. സക്കാത്ത് നിർബന്ധമായിട്ടുള്ള കർമ്മമാണ്, സ്വതക്ക ഐച്ഛികമാണ്. അത് റമദാനിൽ മാത്രം പോരാ, എല്ലാ മാസത്തിലും എൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അതിന് ഇത്തരത്തിലുള്ള അവസരങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ ഒരു നിമിത്തമായി മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അയ്യു സ്വദഖത്തിൻ അഫ്ളൽ, പ്രവാചകരെ ഏത് സ്വദഖയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി പറയുന്ന മറുപടിയുണ്ട്, നിങ്ങൾ പണത്തിന് ആവശ്യമുള്ളവനായിരിക്കെ, മകളെ കല്യാണമുണ്ട്, മകൻ്റെ വിദ്യാഭ്യാസമുണ്ട്, അതിനൊക്കെ ഒരുപാട് പൈസ ചെലവഴിക്കേണ്ട ഘട്ടമാണ്, എന്നാൽ നിങ്ങൾ പണത്തിനോട് ആർത്തിയുള്ളവനായിരിക്കെ, ഐശ്വര്യം ആഗ്രഹിക്കുന്ന സമയത്ത് ബൈക്കുണ്ട്, അത് മാറ്റിയിട്ട് കാറാക്കിയിട്ട് മാറ്റണം, വീട് ഒന്ന് AC ആക്കണം, മൊബൈൽ അപ്ഡേറ്റ് ചെയ്യണം, ഐശ്വര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള സമയം, ആരോഗ്യമുള്ള സമയം എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്താണല്ലോ ഒരു യാത്രക്ക് പോകാൻ വേണ്ടി തോന്നുക. അങ്ങനെയുള്ള സമയം, ദാരിദ്ര്യം വന്ന് ഭവിക്കുമെന്ന ഭയം, അഥവാ ഒരു രോഗമുണ്ട്, ഒരുപാട് ടെസ്റ്റുകൾ അതിൻ്റെ ബാക്കിൽ ചെയ്യാനുണ്ട്, ചിലപ്പോൾ അത് മാരകമായിട്ടുള്ള രോഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറേ പണം അതിൻ്റെ ബാക്കിൽ ചിലവഴിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ, പരാധീനതകൾ ഒക്കെ, ആവശ്യങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ള ഒരു സമയം, അതിനിടയിൽ ഒരാൾ ചിലവഴിക്കുന്ന സമയത്താണ്, ആ ചിലവഴിക്കുന്നതാണ്
അഫ്ളലായ സ്വതക്ക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ തീരുമാനിക്കുക, എൻ്റെ സമ്പത്തിൻ്റെ ഇത്ര ഭാഗം, ഇത്ര ശതമാനം, ഇത്ര രൂപ അത് ഞാൻ ധർമ്മം ചെയ്തിരിക്കും. ഇനിയുള്ള പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വകുപ്പിലേക്ക്, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, യതീമക്കൾക്ക് ഇങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും ധർമ്മം കൊടുത്തുകൊണ്ട് പടച്ചോൻ്റെ പ്രീതിയും ഇഷ്ടവുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും, പടച്ച റബ്ബിനോട് അവൻ നൽകിയ സമ്പത്തിനെ അവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ജീവിതത്തിൽ ധാരാളമായി ഖൈറും ബർക്കത്തുമൊക്കെ നൽകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ സാമ്പത്തിക രംഗത്ത് മികച്ച വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, ചിട്ടയോടുകൂടി, അച്ചടക്കത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൃഷ്ടാവായ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്കുച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇണയിൽ, സമ്പത്തിൽ, മക്കളിൽ, ജോലിയിൽ, കച്ചവടത്തിൽ എല്ലായിടത്തും കൂടുതൽ കൂടുതൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ നാഥ. അപകട മരണങ്ങൾ, തീർത്താൽ തീരാത്ത ദുരിതങ്ങൾ, മാറാ രോഗങ്ങൾ എല്ലാത്തിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ നാഥ. പടച്ച റബ്ബേ, നാളെ പരലോകത്ത് സമ്പത്ത് കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് ഒരു പരീക്ഷാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കാനും നാടിനും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്നവരായിട്ട് അവർക്ക് മാറാനുമുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. ഈ മഗ്ഫിറത്തിൻ്റെ മാസത്തിൽ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമായിക്കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ വന്നുപോയിട്ടുണ്ട് നാഥ. നിൻ്റെ മഹത്തായ ഫضല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ ഈ നോമ്പുകാലത്ത് നോമ്പെടുക്കാൻ ആഗ്രഹിച്ചിട്ട് ശരീരം സമ്മതിക്കാത്ത ആളുകൾ, ഇതുപോലെയുള്ള സംഗമങ്ങളിലേക്ക് വരാനും ഇരിക്കാനും കാണാനുമൊക്കെ ഏറെ മനസ്സിൽ ആഗ്രഹമുണ്ടായിട്ടും ശരീരം സമ്മതിക്കാതെ രോഗത്തിനടിമപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങൾ, പടച്ച റബ്ബേ, എല്ലാവരുടെയും രോഗത്തിന് നീ പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ പരിശുദ്ധ റമദാനിലെ ഇനിയുള്ള ദിവസങ്ങളെ കൂടുതൽ പ്രവർത്തനങ്ങളെ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട്, ആരാധനകളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട് സജ്ജമാക്കാൻ, അലങ്കരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ നാഥ. നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നോമ്പുകാരായിട്ടുള്ള ആളുകൾ മാത്രം കയറിപ്പോകുന്ന, പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണേ നാഥ. ലോകത്ത് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഒക്കെ ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണേ നാഥ. ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളുടെ കുതന്ത്രങ്ങൾ നീ പരാജയപ്പെടുത്തണേ നാഥ. ലോകത്ത് യുദ്ധമുണ്ടാക്കുന്ന ആളുകൾ, മനുഷ്യക്കുരുതി നടത്തുന്ന ആളുകൾ, തുല്യതയില്ലാത്ത നെറികേടുകൾ നടത്തുന്ന ആളുകൾ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾ, ഭരണാധികാരികൾ എല്ലാവരെയും നീ നശിപ്പിക്കണേ നാഥ. പടച്ച റബ്ബേ, മടുപ്പില്ലാത്ത ഹൃദയവുമായി കൊണ്ട് നിന്നോട് മിണ്ടിപ്പറഞ്ഞിരിക്കാൻ, പ്രാർത്ഥിക്കാനുള്ള മനസ്സ്, താല്പര്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ നാഥ. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, കഷ്ടപ്പാടുകൾ കൊണ്ട്, വിഷമതകൾ കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ പറയാതെ അറിയുന്നവനായ നാഥ, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തുകൊണ്ട് സമാധാന ശാന്ത സമ്പൂർണമായ ജീവിതം ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, اللهم أجرنا وأجر والدينا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. السلام عليكم ورحمة الله.